ഒരു നോർമൽ വീക്ക് ഡേയിൽ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ജോലിയും സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഇച്ചിരി നേരത്തെ എണീറ്റിട്ട് കിച്ചൺ പരിപാടിയിലേക്ക് വന്നിരിക്കുകയാണ്. പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ലൈനറും, അതായത് ഇങ്ങനെ പ്ലാസ്റ്റിക് അല്ല, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു കവർ കിട്ടും. അപ്പോൾ അത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പേപ്പർ, നമുക്കിവിടെ ന്യൂസ് പേപ്പറായിട്ടല്ല, ഈ എന്താ പറയുക, ഈ കടകളുടെ അവരുടെ പേപ്പറുകൾ നമുക്ക് കിട്ടും, ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ അതാണ് നമ്മുടെ കയ്യിലുള്ള. അപ്പോൾ അതും വെച്ച് കൊടുത്തേക്കാണ്. പിന്നെ അതടച്ച് അതിൻ്റെ സ്ഥലത്തേക്ക് എടുത്തു വെച്ചു. ഇതിൻ്റെ ഒരു സൈസും ഷേപ്പും അതിൻ്റെ ഒരു എന്താ പറയുക, ഈ തൂക്കിയിടാൻ പറ്റുന്നതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കിത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. ഞാനത് ഐക്യന്നാണ് കേട്ടോ ആ ബാസ്ക്കറ്റ് വാങ്ങിയത്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പാൻ കേക്ക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് കടയിലും കിട്ടും. പക്ഷേ കടയിൽ കുറച്ചും കൂടെ അവർ അനാവശ്യമായ സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടും നമുക്ക് വീട്ടിലിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ടും ഞാനത് വീട്ടിലുണ്ടാക്കുകയാണ്. എന്ന് പറയുമ്പം ഞാൻ ഫുൾ ഹെൽത്തി ഫുഡൊന്നും അല്ല പിള്ളേർക്കാണെങ്കിലും ഞങ്ങളാണെങ്കിലും എപ്പോഴും കഴിക്കുന്നത്. അത് ചില സമയത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട്. അപ്പം നമ്മളുടെ ഈ പാൻ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസും അതെങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം കേട്ടോ. അപ്പം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിനകത്തോട്ട് ഞാൻ പാല് മാത്രമേ ഇപ്പം ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഞാനൊരു പാനിൽ ഞാനിത് ഉണ്ടാക്കിയെടുക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു പാനിൽ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നൂഡിൽസാണെന്ന് പിള്ളേർക്ക് ലഞ്ചിന് കൊടുത്ത് വിടുന്നത്. ഇത് ശരിക്കും നമ്മുടെ മാഗി നൂഡിൽസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് സംഭവം. നമുക്കിപ്പോൾ ഇവിടെ കടകളിൽ, ഇന്ത്യൻ സ്റ്റോഴ്സിൽ മാത്രമല്ല, ഇവിടെ വാൾമാർട്ട് പോലുള്ള കടകളിൽ പോലും ഇപ്പം നമുക്ക് മാഗി നൂഡിൽസൊക്കെ അവൈലബിൾ ആണ്. മാഗി മാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഈ ഇടയ്ക്കൊക്കെ പല തവണകളിൽ നമ്മളുടെ വാൾമാർട്ടിൽ പോയി കഴിയുമ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത്ര അധികം ഇന്ത്യൻ ഫുഡ്സ് ഇപ്പോൾ ഇവിടെ വാൾമാർട്ടിൽ ഉൾപ്പെടെയുള്ള കടകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നൂഡിൽസാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഫ്ലാസ്ക് പോലെ ഇരിക്കുന്ന ലഞ്ച് ബോക്സസിലാണ് കൊടുത്തു വിടുന്നത്. അപ്പം ഇതെടുക്കുമ്പം ഞാൻ എപ്പോഴും ആദ്യം ഫുഡ് ഇതിനകത്തേക്ക് വെക്കുന്നതിന് മുമ്പ് നല്ല ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ ആ ഒരു ചൂട് അതൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് നേരം അതിനകത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് കളയാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ നമ്മുടെ സൗകര്യം അനുസരിച്ച് അത് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മുടെ ഫുഡ് എന്താണോ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനങ്ങനെ എല്ലാ ഫുഡ് ഐറ്റംസും ഈ ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാറ്. ഇപ്പോൾ സാൻഡ്വിച്ച് പോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നോർമൽ ടൈപ്പിലുള്ള ലഞ്ച് ബോക്സസിലാണ് കൊടുത്തു വിടുന്നത്. ഇതിപ്പം നൂഡിൽസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ കറിയോ വേറെ എന്തെങ്കിലും ഒന്നും വെക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലഞ്ച് ബോക്സിൽ ഇത് കൊടുത്തു വിടുന്നത്. പിന്നെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസിനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഹെൽത്തി ആക്കാനായിട്ട് ഞാൻ ക്യാരറ്റ്സും ബീൻസും ഒക്കെ ഇതിനകത്ത് എഗ്സും മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ്സും ബീൻസും ഞാൻ തലേ ദിവസം തന്നെ ഞാൻ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ, ബട്ടറിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് ഞാൻ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഈ ബട്ടറിൽ ഞാൻ തലേ ദിവസം തന്നെ ക്യാരറ്റ്സും ബീൻസും വഴറ്റി ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇതിൻ്റെ ഒപ്പം ഈ നൂഡിൽസ് റെഡി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കൊടുത്തു വിടാം. നമുക്ക് രാവിലത്തെ പണികളൊക്കെ കുറയ്ക്കാൻ ഇതുപോലെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ വളരെ അത്യാവശ്യമാണ്. അതിപ്പോൾ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും മുമ്പ് ഹോം മേക്കർ ആയിരുന്ന സമയത്തും ഞാൻ ഇതുപോലത്തെ പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട്. കാരണം രാവിലെ എണീറ്റ് നമുക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിള്ളേരെ കറക്റ്റ് സമയത്ത് വിടുക എന്നുള്ളത് ഒരു രാവിലത്തെ ഒരു ടാസ്ക്കാണല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിനിയിപ്പോൾ എൻ്റെ വർക്കിന് കയറാണ്. ബാക്കി ഇനിയുള്ള കാര്യങ്ങളെല്ലാം വിനു നോക്കിക്കോളും. അത് ഇൻക്ലൂഡിങ് പിള്ളേരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ.
എല്ലാം കഴിഞ്ഞപ്പം വിനു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കാപ്പി റെഡി ആയിട്ടുണ്ടെന്ന്. അത് കേട്ടത് ഞാൻ റൂമിൽ നിന്ന് ചാടി ഓടി പുറത്തേക്ക് ഇറങ്ങി. എനിക്കിപ്പം കാപ്പി ഞാനിപ്പോൾ ഡെയിലി കുടിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതൽ ചായ, കാപ്പി, പാൽ ഇതൊന്നും കുടിക്കാത്ത ഒരാളായിരുന്നു. പണ്ട് അമ്മ എന്നെക്കൊണ്ട് പലതരം പൊടികൾ, അതായത് ഈ കൊച്ചുകുട്ടികൾ പാൽ കുടിക്കണം എന്നാണല്ലോ പറയുക. അപ്പം ഈ കോംപ്ലാൻ, ബോൺവീറ്റ, ഹോർലിക്സ് ഒക്കെ തന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. എന്താണെന്നറിയില്ല, എനിക്കത് ഇഷ്ടമേ ഇല്ലായിരുന്നു. ഈ ഒരു സാധനവും എനിക്കിഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കാപ്പി ഓൾമോസ്റ്റ് എവറി ഡേ ഞാനിപ്പോൾ കുടിക്കുന്നുണ്ട്. ഒരിടയ്ക്ക് അത് വളരെ കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ എനിക്കത് വേണം എന്നാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്തുള്ള നമ്മുടെ ബാക്ക് യാർഡ്. അതൊരു 1.5-2 ആഴ്ചയുടെ അടുത്ത് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയൊക്കെ ആയി കാണും ഞാൻ ഈ വീഡിയോ എടുത്തിട്ട്. ആ സമയത്ത് നല്ല തണുപ്പും സ്നോയും കിടപ്പുണ്ട്. പക്ഷേ യൂഷ്വലി ഇവിടെ ആൽബർട്ടയിൽ ഞങ്ങളുടെ ഏരിയയിലൊക്കെ വീഴുന്ന ആ ഒരു അത്രയും കട്ടിക്ക് സ്നോ ഇത്തവണ ഇവിടെ വീണില്ല. ഇത്തവണ സ്നോ മൊത്തം ടൊറൻറ്റോ കൊണ്ടുപോയി. അവിടുത്തെ സ്നോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ ഭയങ്കരമായിട്ട് കിടപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതെന്തോ ഇവിടെ നിന്ന് ഇത്തവണ തള്ളി മാറിപ്പോയിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സ്നോ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും, വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ദിവസങ്ങളിൽ -20, -25 ടെമ്പറേച്ചർ കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പിള്ളേർക്ക് ഭയങ്കര മടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് രാവിലെ തണുപ്പത്ത് എണീറ്റ് റെഡിയായി പുറത്തിറങ്ങണ്ടില്ല. എനിക്ക് മനസ്സിലാവും അത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ വിനുവിനാണെങ്കിൽ പോലും കൊണ്ടാക്കുക എന്ന് പറയുന്നത് ഈ തണുപ്പത്തോട്ട് കൊണ്ടുപോകുന്നത് വലിയ കുഴപ്പമില്ല. പക്ഷെ തിരിച്ചു കൊണ്ടുവരുമ്പം പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യണം. കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് പിള്ളേരെ അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ അങ്ങ് പോരാം. പക്ഷെ തിരിച്ച് അവരെ വൈകിട്ട് കൊണ്ടുവരുമ്പോൾ വിനു കുറച്ച് നേരം കാറിൽ നിന്ന് പുറത്തിറങ്ങേണ്ട നിൽക്കേണ്ടിയൊക്കെ വരും. അത് ഒരു ടാസ്ക് തന്നെയാണ് ഈ തണുപ്പത്ത്. അങ്ങനെ കാപ്പി കുടിക്കാൻ വന്ന ബ്രേക്കിൽ ഞാൻ വിനുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഓംലെറ്റും 2 ബ്രെഡ് ടോസ്റ്റും. അപ്പോൾ അത് രണ്ടും കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എടുത്തിട്ട് വന്ന് ഞാൻ വീണ്ടും എൻ്റെ ജോലിയിലേക്ക് കയറി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നുമല്ല, പിള്ളേർക്ക് ലഞ്ചിന് കൊടുത്തു വിട്ട നൂഡിൽസിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ജോലി നടക്കും, അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പ് നടക്കും. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് എണീറ്റ് വന്നത്. അപ്പോൾ അവന് ഇന്നൊരു ഡോക്ടേഴ്സ് അപ്പോയിൻറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ അവൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വിനു അവനെയും കൊണ്ട് ക്ലിനിക്കിലേക്ക് പോയി. അപ്പോൾ ക്ലിനിക്കിലേക്കാണ് പോണതെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കരച്ചിൽ തുടങ്ങും. കാരണം മുമ്പെപ്പോഴോ കിട്ടിയ വാക്സിനേഷൻ്റെ ഒരു പേടി അവനിപ്പോഴും ഉണ്ട്. അത് ക്ലിനിക്കിൽ നിന്നാണ് കിട്ടണമെന്നും അവനറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് പറഞ്ഞില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ എന്തിനാ കരയിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. പക്ഷേ അപ്പോൾ അവിടെ എത്തുമ്പോൾ അവരുടെ സന്തോഷത്തിൻ്റെ കാരണം വേറൊന്നുമല്ല, അവിടെ നിന്ന് ഡോക്ടർ ക്യാൻഡി കൊടുക്കും. അപ്പം അതുകൊണ്ട് അവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ ഓക്കെ. പക്ഷേ വീട്ടിൽ നിന്ന് പോകുമ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബഹളം ഉണ്ടാക്കും. അങ്ങനെ അവൻ ക്ലിനിക്കിലേക്ക് പോയപ്പോൾ ഭാഗ്യത്തിന് അവൻ പറഞ്ഞ പോലെ അവന് കുത്തൊന്നും കിട്ടിയില്ല കയ്യിലും കാലിലും. അങ്ങനെ ഒരു ചോക്ലേറ്റും ഒരു ക്യാൻഡിയൊക്കെ കിട്ടി, ലോലിപ്പോപ്പോ അങ്ങനെ എന്താണ്ടൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അവൻ തിരിച്ച് വന്നത്. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. എനിക്ക് 7 to 3 ആണ് എൻ്റെ വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ 3 മണിക്ക് ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഇന്ന് ഡിന്നറിന് ചപ്പാത്തിയും എഗ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഗ് കറി ഞാൻ ഇൻസ്റ്റൻറ്റ് പോട്ടിൽ അതിനകത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പം ഇത് ശരിക്കും എനിക്കൊരു നൊസ്റ്റാൾജിയാണ്. കാരണം എൻ്റെ വീട്ടിൽ പല ശനിയാഴ്ചകളിലും ഈ ഒരു കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ മുട്ടക്കറി ശരിക്കും പറഞ്ഞാൽ വിനുവിന് ഇഷ്ടമില്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കും, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വിനുവിന് വേറെ ഞാൻ മുട്ട റോസ്റ്റാണ് വിനുവിന് ഇഷ്ടം. അപ്പോൾ അത് ഞാൻ വിനുവിന് സെപ്പറേറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെയും വെക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാപോട്ടിൽ സോട്ടേ മോഡിനകത്താണ് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ട് വഴറ്റി, സവാളയൊക്കെ ഇട്ട് വഴറ്റി, ആവശ്യത്തിന് പൊടികൾ, നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം വഴറ്റി, വേണമെങ്കിൽ ഇച്ചിരി തക്കാളിക്ക് ഇടാം, അതും ഇട്ട് വഴറ്റി. പിന്നെ ഞാൻ പൊട്ടേറ്റോ മുറിച്ചിട്ട്, വേവിക്കാത്ത പൊട്ടേറ്റോ മുറിച്ച് അതിനകത്ത് ഇടും. പിന്നെ നമുക്ക് ഇൻസ്റ്റാപോട്ടിൻ്റെ കൂടെ തന്നെ കിട്ടുന്നൊരു സ്റ്റീമർ റാക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട്
അതിൻ്റെ മുകളിലേക്ക് മുട്ട കഴുകിയിട്ട് ജസ്റ്റ് അങ്ങ് വെച്ച് കൊടുത്ത് അതങ്ങ് അടച്ചിട്ട് ഈ സോട്ടെ മോഡൊക്കെ ഓഫ് ചെയ്ത് പ്രഷർ കുക്കർ മോഡിൽ 1 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയായി കിട്ടും. റെഡിയായിട്ട് പ്രഷർ തന്നെത്താൻ റിലീസാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ക്വിക്ക് റിലീസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഈ മുട്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്, പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ നമുക്ക് ഒരു ബൗളിനകത്ത് ഇച്ചിരി ഐസ് ക്യൂബ്സും കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് ഈ മുട്ടയെല്ലാം 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ആ ഇൻസ്റ്റപോട്ടിനകത്തുള്ള ആ ഒരു സ്റ്റീമർ റാക്ക് ഉണ്ടല്ലോ, അതെടുത്ത് നമുക്ക് മാറ്റി വെക്കാം, നമുക്ക് കഴുകാനൊക്കെ ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് സോട്ടേ മോഡിൽ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഞാൻ ഈ തേങ്ങാപ്പാലിനാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്, ആദ്യം പറയാൻ മറന്നുപോയി. തേങ്ങാപ്പാൽ 2ാം പാൽ ആദ്യം ഒരു ഇച്ചിരി പ്രഷർ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ സോട്ടേ മോഡിലിട്ടിട്ട് 1ാം പാൽ തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത് തിളയ്ക്കാൻ സമ്മതിക്കരുത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഓഫ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടെന്നുള്ളതും കൺഫേം ചെയ്യണം. പിന്നെ നമ്മുടെ മുട്ട അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തോടൊക്കെ മാറ്റി അതും ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് സംഭവം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഒരു 3:15-3:30 ആയപ്പം നമ്മുടെ പിള്ളേരെ വിനു പോയി കൊണ്ടുവന്നായിരുന്നു കേട്ടോ, സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫാമിലി ടൈമും റെസ്റ്റ് ടൈമും അങ്ങനെ പല ടൈമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതായപ്പം ഡിന്നറിൻ്റെ മുട്ടക്കറി ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി റെഡിയാക്കണം. അപ്പോൾ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കിച്ചണിൽ എന്തെങ്കിലും പിള്ളേരൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും. ഞാൻ എപ്പോഴും ഡെയിലി ചെയ്യിക്കുന്നൊരു കാര്യം ഡിഷ് വാഷർ ക്ലിയർ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് അവർ വന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യും. എനിക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നല്ലാണ്ട് ബാക്കിയെല്ലാം അവരെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കും. അത് അതായത് ഒരാൾ നൂനൊരു ദിവസമാണെങ്കിൽ പിറ്റേ ദിവസം കുക്കും, അങ്ങനെ മാറി മാറിയാണ് അവരെ കൊണ്ട് ഈ പണി ഞാൻ എടുപ്പിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ചപ്പാത്തി പരത്തൽ സമയത്തൊക്കെ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കൽ സമയത്തൊക്കെ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് ഹെൽപ്പ് ഓഫർ ചെയ്യും. അപ്പോൾ അതും ഞാൻ സ്വീകരിക്കാറുണ്ട്. അവർ ചെയ്തോട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുക. മാത്തനും കൂടി ഇച്ചിരി ഒന്ന് വലുതാവാൻ വെയിറ്റ് ചെയ്യുക, അവനും കൂടെ കുറച്ച് പണികളൊക്കെ കൊടുക്കണം എന്ന്. ഇപ്പം അവൻ്റെ ടോയ്സ് എടുത്ത് വെക്കൽ മാത്രമാണ്, അവൻ്റെ ബുക്കും അവൻ്റെ ടോയ്സും ഒക്കെ എടുത്ത് വെക്കൽ മാത്രമാണ് തൽക്കാലം അവൻ്റെ പണി. പിന്നെ ഇത് എൻ്റെയും പിള്ളേരുടെയും മുട്ടക്കറി, പിന്നെ ഇത് വിനുവിൻ്റെ മുട്ട റോസ്റ്റ്. അപ്പോൾ വിനുവിനും സന്തോഷം, എനിക്കും സന്തോഷം. പിന്നെ ഇനിയിപ്പം എനിക്കും മാത്തനും കൂടെയുള്ള ചപ്പാത്തിയും കറിയൊക്കെ എടുത്തിട്ട് പോവാണ്. മാത്തന് ചപ്പാത്തി കറി ഇതൊന്നും, അതായത് ഈ നമ്മുടെ ഭക്ഷണങ്ങളൊന്നും അത്ര വലിയ താല്പര്യം പോരാ. അവന് ഈ നഗറ്റ്സും സാൻഡ്വിച്ച് ഈ വക സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ അതൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ ഈ നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ അവൻ തിന്നണം എന്നുള്ളതും എനിക്ക് ചെറിയൊരു വാശിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും അവനിഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളി എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഞാനിത് അവനെ കൊണ്ട് തിഷ്ടിക്കാൻ പോവാണ്. ചില സമയങ്ങളിൽ അവൻ തുടക്കത്തിൽ ചെറിയ വാശിയും കരച്ചിലൊക്കെ കാണിക്കുമെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അവനെ കൊണ്ടത് കൊടുക്കും. ഞാനത് കൊടുത്ത് അവനെ കൊണ്ട് കുറച്ചെങ്കിലും ഞാനത് കഴിപ്പിക്കും. എന്നാലേ എനിക്കിപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവാറുള്ളൂ, എന്തെന്നറിയില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസത്തെ ഏതാണ്ട് അവസാനിക്കാറായി. അപ്പം ഈ ഒരു രാവിലെ മുതൽ എന്നെ നിങ്ങൾ ഈ സെയിം ഡ്രസ്സിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് എനിക്ക് കുളി നനയൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത്. എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് രാത്രി കിച്ചൺ എല്ലാം അത് ഉൾപ്പെടെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ കുളിക്കാൻ പോറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കുളി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് വീണ്ടും കിച്ചണിലെ പണികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ പിന്നെ കിടക്കുമ്പോൾ എനിക്കൊരു ക്ലീൻ അല്ലാത്തൊരു ഫീല് വരും. അപ്പോൾ അതാണ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.